ഇനി ഒരു സഭ മാത്രമേ നടത്താനുള്ളൂ ആഗോളാടിസ്ഥാനത്തിൽ. അത് ആഗോള ബോംബ് സമ്മേളനമാണ്. മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ആയെങ്കിൽ പറഞ്ഞത് ഞങ്ങളെ പിന്തുണച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്താതിരുന്നാൽ മതിയായിരുന്നു എന്ന്. അതിനും ഒരു മറുപടിയും ഒരു പ്രതികരണവും ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പിന്നിൽ നിന്നും മുമ്പിൽ നിന്നും കുത്തുന്നില്ല എന്ന് പറഞ്ഞുകൂടെ അവർക്ക്? അർജുനായെങ്കിൽ കോതമംഗലം മുതൽ എറണാകുളം വഴി തൃശ്ശൂർ വഴി കണ്ണൂർ അർദ്ധരാത്രി എത്തുന്നത് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ വാസ്തവത്തിൽ പോലീസിൻ്റെ ഇന്നഫിഷ്യൻസി അല്ല ഞാൻ കാണുന്നത്. രഹസ്യമായി ഈ മൂവ്മെൻറ്റ് മുഴുവൻ, പോലീസിൻ്റെ മൂവ്മെൻറ്റ് മുഴുവൻ ചോർത്തിക്കൊടുക്കുന്ന ഒരു സംഘം ഇപ്പോഴും പോലീസുകാരുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കേരള പോലീസിന് ഏറ്റവും വലിയ തലവേദനയായിരുന്ന ആളായിരുന്നു അർജുനായെങ്കിൽ. പല കേസുകളിലെ പ്രതിയായിട്ടുള്ള ആളാണ്. ഒളിവിലിരുന്നു കൊണ്ട് കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വെല്ലുവിളിക്കുന്നു. താൻ വളർന്നു വന്ന രാഷ്ട്രീയവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ രാഷ്ട്രീയവും രണ്ടാണെന്ന് പറയുന്നു. പിന്നെ ഏറ്റവും മോശപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടില്ല വെടിവെക്കാൻ. തന്നെ കാണുകയാണെങ്കിൽ മുട്ടിന് താഴെ വെടിവെക്കാം എന്നുള്ള നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തിക്കുന്നു. ഒരു വിഭാഗം അർജുനായെങ്കിൽ എന്തോ ഹീറോയാണ്, സിനിമയിലേക്ക് കാണുന്ന പോലെ ഒരു ഹീറോയാണ്, കേരള പോലീസ് ഒരു പരാജയമാണെന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നു, ഞങ്ങൾ ഈ വിഷയത്തെ വലിയ രീതിയിലൊന്നും കണക്കാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇത് വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം അർജുനായെങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു. ഇതിപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരള പോലീസിനെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമായി കണക്കാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇപ്പോൾ കേരള എന്നുള്ള പേര് മാറ്റിയിട്ട് കേരളം എന്നാക്കാൻ പോകുന്നു എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ബില്ല് എന്ന രീതിയിൽ അവതരിപ്പിച്ച് അതിന് സഭയുടെ അംഗീകാരം കിട്ടിയേക്കാം. പക്ഷേ പേര് മാറ്റിയോണ്ട് മാത്രം ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നവർക്ക് അഭിമാനകരമായ ഒന്നും തന്നെ അവകാശപ്പെടാനില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് നാളായിട്ട് ഇത് വാച്ച് ചെയ്യുന്ന ആളെന്നിലേക്ക് കേരളം അതിവേഗം മാഫിയകളുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മാഫിയകളുടെ പേര് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, തെറ്റുണ്ടാവാൻ ശരിയാണ്. ഭൂമാഫിയ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കരിമണൽ മാഫിയ ആരും എതിർക്കില്ല. കുടിവെള്ള മാഫിയ, പെൺവാണിഭ മാഫിയ, ബ്ലഡ് മാഫിയ, ബോംബ് നിർമ്മാണ മാഫിയ. ഈ ബോംബ് നിർമ്മാണ മാഫിയയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. തലശ്ശേരിയിൽ ജനിച്ച് തലശ്ശേരിക്കാരനായി വളർന്ന ഈയിടെ അന്തരിച്ച ശ്രീനിവാസൻ, അദ്ദേഹം CPMൻ്റെ സന്തത സഹചാരിയായിരുന്നു പഠിക്കുന്ന കാലത്തെല്ലാം. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ആ ശ്രീനിവാസൻ ഇവിടെ ലോക കേരള സഭയും എല്ലാം നടത്തിയപ്പോൾ, അയ്യപ്പൻ്റെ സഭയൊക്കെ നടത്തിയപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്, ഇനി ഒരു സഭ മാത്രമേ നടത്താനുള്ളൂ ആഗോളാടിസ്ഥാനത്തിൽ. അത് ആഗോള ബോംബ് സമ്മേളനമാണ്. അത് മാത്രമേ വാസ്തവത്തിൽ ബാക്കിയുള്ളൂ. ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള, ഇനി പിടിക്കപ്പെടാൻ പോകുന്ന ഈ റൗഡികളും ഗുണ്ടകളും എല്ലാം തന്നെ ഇതിലേതെങ്കിലും ഒരു മാഫിയ സംഘത്തിൽപ്പെട്ടവരല്ലാതെ നിങ്ങൾക്കൊരിക്കലും അവരെ മാന്യന്മാരായിട്ടോ യോഗ്യത ഉള്ളവരായിട്ടോ നല്ല ചെറുപ്പക്കാരായിട്ടോ കാണാൻ കഴിയില്ല. എന്നാൽ ഇവരെല്ലാം കണ്ടാൽ വളരെ സുമുഖന്മാരും ആരോഗ്യമുള്ളവരും. നമുക്കതിനെ വാസ്തവത്തിൽ ദുഃഖം തോന്നിപ്പോകും. നമ്മുടെ കുട്ടികളാണെന്ന് തോന്നും. ആ കുട്ടികളെ ഈ തരത്തിൽ ക്രിമിനലാക്കി മാറ്റിയതിൽ ആർക്കാണ് പങ്ക്? അത് ഒരു തരത്തിൽ അർജുനായെങ്കിൽ തന്നെ പറഞ്ഞു. കണ്ണൂരിലെ ഒരു CPM നേതാവ്, ഞങ്ങളിതിൻ്റെ പിന്നിലില്ല, ഞങ്ങളുടെ ഭാഗമല്ല ഈ സംഘം, അർജുനായെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ ആയെങ്കിലും പ്രതികരണം വന്നു, ഞങ്ങളെ പിന്തുണച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നിൽ നിന്ന് കുത്താതിരുന്നാൽ മതിയത്. നാണമുണ്ടെങ്കിൽ പിന്നെ ഇവരെ ഡിസോൺ ചെയ്യല്ലാതെ പിന്നെ എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാനുള്ളത്? അതിനവർ തയ്യാറല്ല. അത് കേരളത്തിലെ ജനങ്ങൾ തന്നെ ഡിസോൺ ചെയ്യും ഇവരെ. ഒരിക്കൽ ഡിസോൺ ചെയ്ത് കഴിഞ്ഞു ബാലറ്റിലൂടെ. ഇനിയും സാംസ്കാരിക രംഗത്തും അവർക്കൊരു റോളുമില്ല എന്ന രീതിയിൽ ജനങ്ങളെ വിധിയെഴുത്തിലേക്ക് അതിവേഗം തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മുൻ ഭരണകക്ഷിയായിട്ടുള്ള CPM. ഒരു സംശയമില്ല.
അവരെ കൂടെ നിൽക്കുന്നവർക്കും അതിൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. ഇടതുപക്ഷ മുന്നണിയുടെ ഒരു യോഗം ഇതുവരെ കൂടാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയെ നോമിനേറ്റ് ചെയ്യാൻ പോലുള്ള സ്ട്രെങ്ത് നിയമസഭയിലില്ല. അത്രയും ഗതികേടിലായിട്ടും ഇനിയും തെറ്റുകൾ ഏറ്റുപറയാനും അത് തിരുത്താനും തയ്യാറാകുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞതുപോലെ തികച്ചും അഭിമാനാർഹമായ ഒരു നേട്ടമാണ്. ഈ തൂഫാൻ മാത്രമല്ല, ഇപ്പോൾ ഈ അർജുൻ ആയങ്കിയെ പിടിച്ചതും ഇനി ഇത് വേറെ ഉണ്ട് ആളുകൾ. അർജുൻ ആയങ്കി മാത്രമല്ല, കണ്ണൂർ തന്നെ ഉള്ള ഒരു വിദ്യാർത്ഥി നേതാവാണ്. അവരെല്ലാം തന്നെ CPM-ൻ്റെ വളണ്ടിയർ ഫോഴ്സിൽപ്പെട്ടവരാണ്. അവർക്ക് പരിശീലനം കൊടുത്തതും സംരക്ഷണം കൊടുത്തതും അതുപോലെ CP ചന്ദ്രശേഖരൻ്റെ വധത്തിൽപ്പെട്ട ആളുകൾ അവർ ജയിലിൽ പോഴും അവർക്ക് അവരുടെ കുടുംബകാര്യങ്ങൾ നോക്കുന്നതും സ്വന്തമായി വീട് വരെ വെച്ചു കൊടുക്കുന്നത് CPM ആണ്. ഇത് അവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പക്ഷേ അതൊന്നും മറ്റുള്ളവർ അംഗീകരിക്കരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന ആ ഒരു രീതിയാണ് നമുക്ക് യോജിക്കാൻ കഴിയാത്തത്. അത് വാസ്തവത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ വക റൗഡി എലിമെൻസിനെ, മാഫിയ സംഘങ്ങളെ വളർത്തിയെടുത്തതിൽ ഭരണകക്ഷിയായിരുന്ന CPM-നും അതിൻ്റെ കൂടെ നിന്നവർക്ക് ഒരു അതിർത്തി വരെയും അതിൽ ഒഴിമാറാൻ കഴിയില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയായി പറഞ്ഞത്, അർജുനായങ്കി പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് തന്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ് അർജുനായങ്കി. ആദ്യമൊക്കെ CPM-ലെ മുതിർന്ന നേതാക്കളൊക്കെ അടക്കം മൗനം പാലിച്ചെങ്കിലും പിണറായി വിജയനും ജയരാജനും അടക്കം അർജുനായങ്കിയെ തള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ദേശാഭിമാനിയെ പോലും ഒരു സാഹചര്യത്തിൽ തള്ളിയ പാർട്ടിയാണ് CPM. ഈ തള്ളൽ എന്തുകൊണ്ടായിരിക്കും? തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയത്തിൽ നിന്നുണ്ടായ തിരിച്ചറിവായിരിക്കുമോ? തിരിച്ചറിവാണെങ്കിൽ അത് ഇത് മാത്രം പറഞ്ഞാൽ പോരല്ലോ. മറ്റു പല കാര്യങ്ങളിലും ഇപ്പോഴും തെറ്റുപറ്റിയത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നല്ലേ. MM മണിമാരാവാൻ നോക്കുകയാണ് പലപ്പോഴും. MM മണിമാരും നിനക്ക് തീറ്റ കൊടുത്തിട്ട് നന്ദി കെട്ട വർഗമാണ്. ആ രീതി, ആ ഒരു ഭാഷാ പ്രയോഗം നടത്തിയിട്ടില്ല മറ്റുള്ള നേതാക്കളെന്നേ ഉള്ളൂ. തെറ്റ് പറ്റിയാൽ അത് തെറ്റാണെന്നും അത് തിരുത്തുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ഓർഗനൈസേഷൻ പ്രിൻസിപ്പിളിൽ പ്രധാനപ്പെട്ടതാണ്. ഏത് പാർട്ടിക്കും ഒരു ബൂർഷ്വാ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്തി ആ പാർട്ടി സംവിധാനത്തെ കുറേക്കൂടെ ജനങ്ങൾക്ക് സ്വീകാര്യമാക്കി തീർക്കുക എന്നുള്ളത് ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും അടിയന്തരമായ അനിവാര്യമായ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുന്നതിന് ഇനിയും CPM തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ദയനീയമായ വസ്തുത. അപ്പോൾ അത് കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഈ തരത്തിൽ തള്ളിപ്പറഞ്ഞാൽ പോരാ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ആയെങ്കിൽ പറഞ്ഞത് ഞങ്ങളെ പിന്തുണച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്താതിരുന്നാൽ മതിയായിരുന്നു എന്ന്. അതിനും ഒരു മറുപടിയും ഒരു പ്രതികരണവും ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പിന്നിൽ നിന്നും മുമ്പിൽ നിന്നും കുത്തുന്നില്ല എന്ന് പറഞ്ഞുകൂടെ അവർക്ക്? അതായെങ്കിൽ പറയുന്നതാണ് ശരി എന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട്. കാരണം അവർ വളർന്നു വന്ന ആ രീതിക്കാണ്. വാസ്തവം പറഞ്ഞാൽ ഈ ആകാശ് ചില്ലങ്കേരി എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഫോട്ടോയിൽ കണ്ടുള്ള കൂട്ടത്തിൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളുടെ കൂടെ ഫോട്ടോ വന്നിട്ടുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം വ്യക്തമാകുന്ന രീതിയിലാണ്. പക്ഷെ അത് തള്ളിപ്പറയാൻ ഇപ്പോഴും തയ്യാറല്ല. ആകാശ് ചില്ലങ്കേരി ഇപ്പോഴും ജയിലിലാണോ അതോ കുറ്റവിമുക്തരായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അയാളുടെ പേര് ക്രിമിനൽ കേസ് ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ ഒരു സംഘത്തിൽപ്പെട്ടവരാണ്, മാഫിയ സംഘത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി കേരള പോലീസ് എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്ര വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. ജനമൈത്രി പോലീസിൽ നിന്ന് കുലമൈത്രി പോലീസ് അല്ലെങ്കിൽ ആളുകളെ കൊല്ലാൻ പോലും മടിക്കാത്ത പോലീസായി മാറി. പരാതിയുമായി സ്ത്രീകൾക്ക് പോലും പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൂർണ്ണമായി പോലീസിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല വരുന്നു. അദ്ദേഹം ആദ്യം മുന്നോട്ട് വെച്ച ഓപ്പറേഷൻ തൂഫാൻ അത് പൂർണ്ണമായി വിജയമായെന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ അകത്ത് പോലീസുകാർ നടത്തിയ ഒരു എഫേർട്ട് ഉണ്ട്. അതിനെ അവരെ അല്ലെങ്കിൽ കേരളം ഒന്നടങ്കം കൈയടിക്കുകയും നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കാൻ പോലീസിന് കഴിയുകയും ചെയ്തു. ഇനിയിപ്പോ അർജുനായങ്കിയുടെ വിഷയം വരുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് വലഞ്ഞെങ്കിലും പോലീസുകാർക്ക് അർജുനായങ്കി കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞു.
TG മോഹൻദാസിനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ പോലീസ് മാറി, ഭരണം മാറി, പോലീസ് മാറി. ഇനി എല്ലാവരും അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായി പരാമർശമൊക്കെ നടത്തുന്നവർ 2 പ്രാവശ്യം ചിന്തിക്കണം. വീണ്ടും ഒരു ജനമൈത്രി പോലീസായി എന്ന് പറയാൻ കഴിയില്ലേ? അത് പൂർത്തിയാകണമെങ്കിൽ പോലീസ് സേനയിലും ഇപ്പോഴും ഒരു ചെറിയ ഭാഗം ഇപ്പോഴും പഴയ ഗവൺമെൻറ്റിനോട് വിശ്വാസ്യത പുലർത്തുന്ന ഒരു കൂട്ടരുണ്ട്. സംശയമൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഷൗക്കത്ത് അലി എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവനായിട്ടുള്ള ഷൗക്കത്ത് അലിയാണ് ഈ പിന്നെ ആലപ്പുഴയിൽ ആ കയ്യേറ്റത്തിൻ്റെ ആ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി നേതാക്കളെ അതിലൊരാൾ MLA-യുമായി തോമസ് അതിന് അന്വേഷണ ചുമതല ഏൽപ്പിച്ച ആൾ ഈ ഷൗക്കത്ത് അലി TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ കാലത്ത് ഈ ഷൗക്കത്ത് അലിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പോലീസ് സംഘമാണ് TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ നിരവധി ആളുകളെ കസ്റ്റഡിയിലെടുത്തതെന്ന്. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ഇവിടെ നിൽക്കലില്ലാതെന്നു. കാരണം ഭരണം മാറിയപ്പോൾ അയാൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയി. ആ ഷൗക്കത്ത് അലി ഗവൺമെൻറ് മാറിയപ്പോൾ വീണ്ടും ഇവിടെ തന്നെ ജോയിൻ ചെയ്തു. അതുകൊണ്ടാണ് അയാളെ പ്രത്യേകം കണ്ടെത്തി രമേശ് ചെന്നിത്തല ഈ SITയുടെ പ്രത്യേക ചുമതലയ്ക്ക് കൊടുത്തു. അയാൾക്കെതിരെ ഇപ്പോൾ ദുഷ്പ്രചരണം നടത്തുകയാണ് ആ പോലീസിനകത്ത് ഒരു സംഘം. പിന്നെ ഈ ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി വന്നിട്ടുള്ള DIG P. വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും റൗഡികൾക്ക് ഹീറോ ആകാൻ കഴിയില്ല. ഒരു ഘട്ടം വരുമ്പോൾ അവർ പിടിക്കപ്പെടും. ഈ വിജയനെ ഒരു മൂലക്കിരുത്തിയത് പഴയ ഗവൺമെൻറ്റാണ്. നിഷ്പക്ഷമായി പോലീസ് ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു IPS ഓഫീസറാണ്. ആ വിജയനെ എനിക്ക് നേരിട്ടറിയാം. വിജയൻ്റെ വൈഫാണ് ബീന. ഇവിടുത്തെ കളക്ടറായിരുന്നപ്പോൾ ഞാൻ വിജയനുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല എഫിഷ്യൻ്റായിട്ടുള്ള സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ വീണ്ടും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ ഇനിയിപ്പോൾ അവർ ചുമതലകൾ കൂടുതൽ കൊടുക്കും. അങ്ങനൊരു പോലീസ് സേന ക്രമേണ രൂപപ്പെട്ടു വരാൻ 1-2 വർഷം എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെൻകുമാർ ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടിയത്. ഈ സെൻകുമാറാണ് വാസ്തവത്തിൽ ഈ പിന്നെ ഷൗക്കത്ത് അലിയെ കൂട്ടക്കൂട്ടിയത് ഈ TP ചന്ദ്രശേഖരൻ്റെ ഭാഗത്തിൽ ഉൾപ്പെട്ടവരെ പിടിക്കാൻ. അത് അവർ വളരെ ഭംഗിയായി ചെയ്തു. ആ ഷൗക്കത്ത് അലിയാണ് വീണ്ടും ഇപ്പോൾ ഇതിൻ്റെ ചുമതലക്കാരനായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചുമതലക്കാരനായി വന്നിട്ടുള്ളത്. ആ ഷൗക്കത്ത് അലിയെ ഡിസ്ഗ്രേസിൽ ആക്കാനായിട്ട് ആളുടെ ശ്രമത്തിലാണ് പിന്നെ CPM-ഉം അതിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പോലീസുകാരും. പക്ഷേ എത്ര നാൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ അർജുനായകി കോതമംഗലം മുതൽ എറണാകുളം വഴി തൃശ്ശൂർ വഴി കണ്ണൂർ അർദ്ധരാത്രി എത്തുന്നവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് വാസ്തവത്തിൽ പോലീസിൻ്റെ ഇന്നഫിഷ്യൻസി അല്ല ഞാൻ കാണുന്നത്. രഹസ്യമായി ഈ മൂവ്മെൻറ്റ് മുഴുവൻ പോലീസിൻ്റെ മൂവ്മെൻറ്റ് മുഴുവൻ ചോർത്തി കൊടുക്കുന്ന ഒരു സംഘം ഇപ്പോഴും പോലീസുകാരുണ്ട്. അവർ പഴയ ഗവൺമെൻറ്റിനോട് പിന്നെ വിശ്വാസ്യത ഇപ്പോഴും നിലനിർത്തുന്നവരാണ്. അവരെ കൂടെ ഈ കീ ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് മാറ്റി പോലീസ് സംവിധാനം ഉടച്ചു വാർക്കുന്നവരെ ഈ പ്രശ്നങ്ങളൊക്കെ തുടരും. ഇപ്പോൾ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. മോഹൻദാസിനെ ഫുൾ പ്രൂഫ് ആയതിനു ശേഷമാണ് മോഹൻദാസിനെ കസ്റ്റഡിയിലെത്ത്. മോഹൻദാസ് അത്ര നിസ്സാരനല്ല. ഒരു എഞ്ചിനീയറാണ്, കെൽട്രോണിൽ ഉദ്യോഗസ്ഥനായിരുന്നു, കുറേ അധികം വായിച്ച വിവരമൊക്കെ ഉള്ള ആളാണ്. എനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. പക്ഷേ ഈ ഒരു ദോഷ്യം അയാൾക്കുണ്ട്. അതായത് അന്ധമായ RSS അനുയായിയാണ് അയാൾ. പക്ഷേ ആ RSSകാർ പോലും ഇപ്പോൾ അയാളെ തള്ളിപ്പറഞ്ഞു.